ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പെർഫെക്റ്റ് അളവിലുള്ള ഒരു ബ്രൗണിയാണ്. നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്നതിൽ നല്ല ടേസ്റ്റാണിത്. അതിന് ഞാൻ 200 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ടാണ് എടുത്തിട്ടുള്ളത്. നല്ല ബ്രാൻഡഡ് നോക്കി വാങ്ങിക്കാൻ ശ്രമിക്കണേ. 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടർ സോൾട്ടഡോ അൺസോൾട്ടഡോ ഏതെങ്കിലും കുഴപ്പമില്ലേ. ഇത് രണ്ടും കൂടെ നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി മെൽറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾ മൈക്രോവേവിനകത്താണ് വെച്ച് മെൽറ്റ് ചെയ്യുന്നെങ്കിൽ അതിനകത്ത് രണ്ടും കൂടി ഇട്ടുകൊണ്ട് ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റും ഇട്ടുകൊണ്ട് ഒരു ഹൈ പവറിൽ ഒരു 1 മിനിറ്റ് ഇട്ടിട്ട് കുറച്ച് നേരം മാറ്റി വയ്ക്കുക. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും മെൽറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 30-20 സെക്കൻഡ് വീണ്ടും ഒരു പവറിലിട്ടിട്ട് വെച്ച് മതി. ബട്ട് മൈക്രോവേവ് വെക്കുമ്പോൾ ഒരുമാതിരി പിരിഞ്ഞ ഒരു ടെക്സ്ചറിലോട്ട് നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതിലും നല്ലത് ഇങ്ങനെ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നതാണ്. നമുക്കിതൊരു ആറാനായിട്ട് നല്ലവണ്ണം മെൽറ്റായതിന് ശേഷം ആറാനായിട്ട് മാറ്റി വെക്കാം. നമുക്കിവിടെ 3 മുട്ടയാണ് എടുക്കുന്നത്. മുട്ട ഒരു ചെറിയ ബൗളിനകത്ത് ആദ്യമേ പൊട്ടിച്ച് നല്ലതാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം മിക്സ് ചെയ്യാവേ. ഇവിടെ ഒരു 200 ഗ്രാം പഞ്ചസാര, പൊടിച്ച പഞ്ചസാരയാണ് എടുക്കുന്നത്. 200 ഗ്രാം എന്ന് പറയുമ്പോൾ ഒരു 250 ml കപ്പിനകത്തുനിന്ന് ഒരു 1.5 ടീസ്പൂൺ മാറ്റിയാൽ ഈ ഒരു അളവ് വരും. പഞ്ചസാര നല്ലവണ്ണം പൊടിക്കണമെന്നൊന്നും ആവശ്യമില്ല. മുട്ടയ്ക്കകത്ത് നല്ലവണ്ണം മിക്സ് ആകാൻ വേണ്ടി നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കുക എന്ന് മാത്രം, പതയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2 മുട്ടയാണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ 80 ഗ്രാം മൈദ ഇവിടെ ചേർക്കാവൂ. ബാക്കിയുള്ള അളവെല്ലാം സെയിം ആയിരിക്കും. പഞ്ചസാര നല്ലതായിട്ട് അലിഞ്ഞ് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണേ. ബീറ്റ് ചെയ്ത് പതപ്പിക്കുകയൊന്നും വേണ്ട. നമ്മളിവിടെ ഉപ്പ് ചേർക്കണം. ഉപ്പ് മസ്റ്റാ മറക്കരുത്. വാനില എസൻസും ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാര നല്ലവണ്ണം അലിഞ്ഞൊന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് പൊടി ഐറ്റം ചേർക്കാം. ഇപ്പോൾ ഈ 3 മുട്ടയ്ക്കുള്ള അളവിന് ഞാൻ 100 ഗ്രാം മൈദയാണ് എടുത്തിരിക്കുന്നത്. 100 ഗ്രാം മൈദ എന്ന് പറയുമ്പോൾ ടീസ്പൂണിനകത്ത് ഒരു 6 ടീസ്പൂൺ ഹൂമിച്ചെടുക്കണേ. അതേപോലെ തന്നെ 1/4 കപ്പ് കൊക്കോ പൗഡറാണ്. അതൊരു 2 ടീസ്പൂൺ ഹൂമിച്ചെടുക്കണേ. അപ്പോൾ ഈ അളവാകും. ഡാർക്ക് കൊക്കോ പൗഡർ വേണേലും യൂസ് ചെയ്യാം. അപ്പം നമുക്ക് നല്ല കറുപ്പ് കളറിൽ ബ്രൗണി കിട്ടും. ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കണേ. ഇതിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് സ്ലോയിൽ മിക്സ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ആക്കിയിടാൻ. പൊടിയായിട്ട് നല്ലവണ്ണം മിക്സ് ആക്കണം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് എടുത്തെടുത്ത് കാണിക്കുന്നത്. പൊടി നല്ലവണ്ണം മിക്സ് ആയതിന് ശേഷം നമ്മുടെ മെൽറ്റഡ് ചോക്ലേറ്റ് ഒരു 3 പ്രാവശ്യമായിട്ട് ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. ഈ മെൽറ്റഡ് ചോക്ലേറ്റ് ചേർക്കുമ്പോൾ നമ്മുടെ മിശ്രിതം വന്ന് കുറച്ച് നല്ല മിക്സായിട്ട് ടൈറ്റായിട്ട് വരുന്ന ഒരു ഫീലിംഗ് വരും. അതങ്ങനെയാണ് വരുന്നത്. നല്ല ടൈറ്റായിക്കൊണ്ടിരിക്കുക. ഇത് അടി ചേർത്ത് നല്ലവണ്ണം ഇളക്കണം. നല്ല സ്പാറ്റിൽ ഉപയോഗിച്ച് നല്ലവണ്ണം അടി ചേർത്ത് നല്ലവണ്ണം റൗണ്ടിൽ ഒരേ ഡയറക്ഷനിൽ ഇളക്കാൻ ശ്രമിക്കുക. നല്ലവണ്ണം മിക്സ് ആയതിന് ശേഷം ഒരു 8 ഇഞ്ചിൻ്റെ ട്രേയിൽ ബട്ടർ പേപ്പർ നിരത്തി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. അത് കോർണറിൽ ഒന്ന് നിരത്തി ലെവൽ ചെയ്ത് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ബേക്ക് ചെയ്യുക. 30 മിനിറ്റ്സ് കഴിച്ച് ഒരു സ്ക്വയർ വെച്ച് നല്ലവണ്ണം ഒന്ന് കുത്തി നോക്കുക. സ്ക്വയറിൻ്റെ അറ്റത്ത് ലൈറ്റായി പറ്റി പിടിച്ച പോലൊക്കെ ഇരിക്കും. അത് ടെൻഷൻ വേണ്ട, അത് പെർഫെക്റ്റാണ്. ഇത് നല്ലവണ്ണം ആറിയതിന് ശേഷം കട്ട് ചെയ്യുക. ചൂടോടെ ഉപയോഗിക്കാം. 24 മണിക്കൂറിന് ശേഷം ഇതിൻ്റെ ടേസ്റ്റ് ഡബിളായിരിക്കും. ബട്ട് കുട്ടികളുള്ള വീട്ടിൽ 24 മണിക്കൂർ ഇരിക്കത്തില്ല, അത് ഉറപ്പാണ്. ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്യുന്നത് ഒരു ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുന്ന ഒരു ചോക്ലേറ്റ് സിറപ്പാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ടിലിട്ടേക്കാമേ. ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.